എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷം വെച്ചു ഗിഫ്റ്റ് കൊടുക്കാത്തോണ്ടാണോ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. ആ സമയം ശങ്കരനാരായണൻ വേദേനെ ചേർത്ത് പിടിക്കുകയാണ്. മോൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരണ്ടെന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി പറഞ്ഞു ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ച് പ്രസാദമൊക്കെ ആയിട്ട് വരുവാണ്. അതിനുശേഷം അത് ശങ്കരനാരായണന്റെ നെറ്റിയിലേക്ക് തൊട്ടു കൊടുക്കുകയാണ്. പിന്നീട് എല്ലാവരുടെ നെറ്റിയിലേക്ക് ശങ്കരനാരായണ ആ പ്രസാദം തൊട്ടു കൊടുക്കുക. അങ്ങനെ ഓരോരുത്തരുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. പത്മയും പക്ഷെ എല്ലാവരും ചെന്ന് കാല് തൊട്ട് അനുഗ്രഹിച്ചു. പിന്നീട് വേദയുടെ ഊഴമായിരുന്നു. വേദയെന്ന് കാല് തൊട്ട് വന്ദിക്കുകയാണ്. ആ സമയം ശങ്കരനാരായണൻ പറഞ്ഞു ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പറയണം. അച്ഛാ, ദീർഘായുസ് മാത്രല്ല ദീർഘസുമംഗലി ആകട്ടെ എന്ന് അനുഗ്രഹിക്കാൻ പറയണം. ദീർഘസുമംഗലി ആകാനായിട്ടോ? അതെ അച്ഛാ, അങ്ങനെ എന്നെ അനുഗ്രഹിക്കാൻ പറയണം. ഒരു നിമിഷം ശങ്കരനാരായണൻ ഒന്ന് ഞെട്ടിപ്പോയി. ഇവൾ എന്താ ഈ പറയണം എന്നുള്ള രീതിക്ക്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു അങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട് എന്താ കുഴപ്പമിരിക്കുന്നേ, അവളുടെ വിവാഹ ജീവിതം നന്നായിട്ട് പോണം, അതിനു വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ, അനുഗ്രഹിക്കണ്ടേ, അതൊരു അച്ഛന്റെ കടമയല്ലേ, അങ്ങനെ അനുഗ്രഹിക്ക് ശങ്കര എന്ന് പറയണം. അവസാനം ദീർഘസുമംഗലി ആകട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. പിന്നീട് വേദ പറഞ്ഞു അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു പറയാം. ഒരു നിമിഷം ശങ്കരനാരായണൻ ഞെട്ടിപ്പോയി. ഇവൾ എന്തായി പറയണം എന്നുള്ള രീതിയിൽ. അതെ, അച്ഛനുള്ള ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ അകത്തേക്ക് കയറി പോവാ. പിന്നീട് ആ ബാഗുമായിട്ട് വരുവാണ്. ഒരു 10 ലക്ഷം രൂപ ശ്രീകാന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വിക്രത്തിന്. ആ പണം അടങ്ങിയ ബാഗ് അത് കൊടുത്തിട്ട് ശങ്കരനാരായണന് കൊടുത്തിട്ടുണ്ട്. ഇതാ അച്ഛനുള്ള ഗിഫ്റ്റ് എൻ്റെ ഇതാണ്. അച്ഛന് എനിക്ക് വിലയിട്ടിരുന്ന പണം 10 ലക്ഷം രൂപ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു മോളെ വേണ്ടച്ചാ, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം. ആ സമയം ശങ്കരനാരായണൻ പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു മോളെ, ഈ പണം തന്ന കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു പറയണം. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ദേ വേദം, നീ വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്തണ്ട, അച്ഛൻ അറിയില്ലായിരുന്നു, ഞാനും വർഷം ചേർന്നിട്ടാണ് ഈ കളികളൊക്കെ കളിച്ചതെന്ന് പറയാം. ഇത് കേട്ടതും വേദയ്ക്ക് ആകപ്പാടെ വിഷമമായിപ്പോയി. അല്ല, നീ എന്നെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്പോൾ ഒന്ന് നിന്നോട് പറയായിരുന്നു എന്താണെന്നറിയാവോ, കാരണം എനിക്കറിയാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന്. ധീട്ടം വേദ പറഞ്ഞു സോറി അച്ഛാ, ഞാൻ കരുതി അച്ഛനും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന്. സാരമില്ല പോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വേദന ചേർത്ത് പിടിക്കുക. എനിക്കറിയാം, കാരണം ഒരു മകൾക്ക് വിലയിടാൻ മാത്രം അത്ര അധപതിച്ച് പോയിട്ടൊന്നുമില്ല ഈ ഞാന്, അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ടെന്നൊക്കെ വേദന പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം വിക്രം എന്ത് ചെയ്യാണ്, വീട്ടില് റെഡിയാവുകയാണ്. കാരണം ഇന്നാണ് പട്ടയമേള, പോനിട്ട് റെഡിയാവണല്ലോ. അപ്പോഴേക്കും വിക്രത്തിന്റെ ഫോണിലേക്ക് രാജേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു എടാ വിക്രം, നീ ഇത് എവിടെയാന്ന് ചോദിക്കുക. ഇതേ ഞാനിവിടെ ഉണ്ട്, എത്രയും പെട്ടെന്ന് വാ. ഇത്ര നേരത്തെ എന്തിനാ? എടാ നേരത്തെയാണ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ടേന്ന് ചോദിക്കണം. ശരി വന്നേക്കാന്ന് പറയണം. പിന്നീട് വിക്രം ചെന്നിട്ട് ആ ഫയല് നോക്കുകയാണ്. ഫയൽ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. ഇത് എവിടെ പോയി? അവിടെ എല്ലാം അടിച്ചു പൊറുക്കി, ഫയല് കണ്ടില്ല. അപ്പൊ പട്ടയമേളയ്ക്കുള്ള ഫയലാണ്, കുറച്ച് സൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത് വേണ്ടതാണ്, അത്യാവശ്യമാണ്. പിന്നീട് ശ്രീജയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു ശ്രീ ചേച്ചി ആ ഫയല് കണ്ടോന്ന് ചോദിക്കാം. ഇല്ല, ഞാൻ ഫയലൊന്നും എടുത്തില്ല. ഒരു കാര്യം ചെയ്യാം, നന്ദിനിയോട് അങ്ങനെ ചോദിച്ചു നോക്ക, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം വിനായകന്റെ ഫയലാന്നങ്ങനെ ഓർത്തെടുത്തോണ്ട് വെച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ലോന്ന് പറയണം. അങ്ങനെ അവരുടെ മുറിയിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും അവർ രണ്ടും മുറിയിൽ നിന്നും കൂടെ ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് ചോദിച്ചാൽ എന്താടാ കാര്യം? ഏട്ടൻ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാം. കാര്യം എന്താ? എൻ്റെ ഒരു ഫയല് കാണാനില്ലെന്ന് പറയും. അതിനിപ്പം നീ ഇതിനെ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ എൻ്റെ മുറിയിൽ എന്ത് ഫയലായിരിക്കണമെന്ന് ചോദിക്കും. ഏട്ടനും കൂടെ മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിന്നാൽ മതി, ഈ മുറിയിൽ എനിക്കൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറയാം. പെട്ടെന്ന് വഴി തടഞ്ഞ് നന്ദിനി വിനായകൻ കയറി നിൽക്കുക. അതിന്റെ കാര്യമൊന്നുമില്ല, ഈ മുറിക്കകത്തില്ലെന്ന് പറയാം. പിന്നെ ചിലപ്പോൾ ചേച്ചി കൊണ്ടേ വെച്ചിട്ടുണ്ടായിരിക്കും ഈ മുറിക്കകത്തെങ്ങാനും. അതെ ഏട്ടന്റെ ഫയലാന്ന് ഓർത്തിട്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നേരെ പോയി അലമാരി തുറക്കുകയാണ്. അവിടെ എല്ലാം തുറക്കണ സമയത്ത് വിനായകനും നന്ദിനി ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുറെ ഫയൽസുകളെല്ലാം ഇരിക്കുന്നുണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്തുനിന്ന് കുറെ നോട്ടുകെട്ടുകൾ താഴേക്ക് ആടുകയാണ്. ഓഹോ, അപ്പൊ ഇതാണല്ലേന്ന് ചോദിക്കുകയാണ്. അല്ലടാ, ഇത് പിന്നെ ഞാൻ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പണമാന്ന് പറയണം. മനസ്സിലായി, എല്ലാം മനസ്സിലായെന്ന് പറയാം. വീണെടുത്ത് കിടന്ന് ഉരുളൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതെ, ചില സമയത്ത് നമുക്ക് ഈ പണത്തിന് വരും കടലാസ് പേപ്പറിന്റെ വില മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചോ, അവസാനം ഉപകരിക്കപ്പെടാതെ പോകും. എന്നിട്ടോ പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക നല്ലേന്ന് ചോദിക്കണം. ഇത് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം വിനായകനോട് ചോദിച്ചു ഈ പണം എവിടുന്ന് വന്നെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ ആ വള വിറ്റു. ഓഹോ, അപ്പൊ എന്റെ വള നിങ്ങൾ വിറ്റല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ നിന്നോട് ആരുടെ പറഞ്ഞേ? ഈ ഫയലൊക്കെ ഇവിടെ എടുത്തു വെക്കാണ്, ഈ താഴെയല്ലേ വെക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അതേ വിനായകേട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ വിക്രം നിൽക്കുവാണ്. പിന്നീട് ദർശനും കുടുംബവും കൂടെ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ദർശന്റെ അമ്മ ഗായത്രി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ നിന്നേക്കല്ലേ. ഈ വിവാഹത്തെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവൾ തിരിച്ചു വന്ന് പറഞ്ഞാലും എങ്ങനെയാ വന്നേന്നൊന്നും അറിയത്തില്ലോ എന്ന് പറയണം. ദർശന്റെ അച്ഛൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഗായത്രി? എത്രയെന്ന് വെച്ചാ അവിടെ ആദ്യം നമ്മൾ ചെല്ലട്ടെ, പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾ നോക്കിയാൽ പോരെ. പിന്നെ അവിടെ ചെന്ന ഉടനെ ഈ കല്യാണം നാളെ നടത്താമെന്നും പറഞ്ഞേക്കരുത്. ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാനൊക്കെ ഉണ്ട്, അതിനുശേഷം മതി എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദർശൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും കൂടെ. അങ്ങോട്ടേക്ക് എത്തിയില്ല, അതിനു മുമ്പേ തുടങ്ങി ഇവിടെ കിടന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയാണ്. അവിടെ ചെന്നിട്ട് ഇമാതിരി വഴക്കുണ്ടാക്കാൻ നിന്നാണ്ടല്ലോ, എനിക്ക് ദേഷ്യം വരും എന്നൊക്കെ പറയാണ്. പിന്നീട് അവര് ശങ്കരനാഥന്റെ വീട്ടിലേക്ക് എത്തുവാണ്. എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വർഷയൊക്കെ ഓടി വന്ന്, ആ ബാ അമ്മ അച്ഛന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴേക്കും അവിടെ വേദ ഇരിക്കുന്നുണ്ട്. വേദയുടെ അടുത്ത് മുത്തശ്ശിയുണ്ട്. പിന്നീട് വേദയുടെ അടുത്ത് എന്നിട്ട് ദർശൻ ചോദിച്ചു, സുഖമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗായത്രി പറഞ്ഞു, അവൾക്ക് സുഖമല്ലേ, സുഖമില്ലാത്തവരും നമ്മളൊക്കെ അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ദർശൻ പറഞ്ഞു, അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് വർഷം പറഞ്ഞു, ശരി നിങ്ങൾ അകത്തേക്ക് വരാൻ പറയാണ്. അങ്ങനെ അച്ഛനും അമ്മേനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ, അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് കയറിപ്പോയി. ഈ സമയം ദർശൻ വേദന അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല വേദ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല, സുഖമാണെന്ന് ചോദിച്ചാലും എനിക്ക് സുഖമാണ് ദർശനമെന്ന് ചോദിക്കാണ്. കുഴപ്പമില്ല എന്ന് പറയണം. പിന്നീട് ദർശൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും വേദയ്ക്ക് തിരികെ പോരാൻ തോന്നി നന്നായെന്ന് പറയണം. ഇപ്പോഴെങ്കിലും വേദയ്ക്ക് തോന്നിയില്ലോ ചെയ്ത തെറ്റാന്നുള്ള കാര്യം. ഇത് കേട്ടതും വേദ പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ തിരിച്ചറിവ് വേണ്ടായി വന്നാന്ന്? ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകും ദർശൻ. എന്റെ ഭർത്താവ് എന്നെ വിളിക്കാനായിട്ട് വരും, ഞാൻ ആ കൂടെ തിരിച്ചു പോകുന്നു പറയാം. ആ ഒരു പ്രതീക്ഷയൊന്നും ദർശന് വേണ്ട, ഞാൻ ഇവിടെ താമസിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദർശൻ ഒരു നിമിഷം ഞെട്ടി. ഒട്ടും പ്രതീക്ഷ കാര്യമില്ല. പിന്നീട് ദർശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ദർശൻ ഇരിക്കുക. വേദ പറഞ്ഞു, ദർശൻ അറിയാലോ എന്റെ കാര്യം, അതുകൊണ്ട് എന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണ്ട. ദർശൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിവാഹം കഴിക്കണം. ഇനി എന്നെ കാത്ത് എന്നെ പ്രതീക്ഷിച്ചിരിക്കില്ലെന്നൊക്കെ പറയണം. ഈ സമയം വർഷം ഒളിച്ചിട്ട് ഇങ്ങനെ നോക്കണം. ഇത് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെയാണ് ഉടനെ തന്നെ വേദയുടെ ദർശന്റെ കല്യാണം നടത്താം. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷമായിരുന്നു വർഷയുടെ മനസ്സിന് അറിയുണ്ടായിരുന്നേ. ഈ സമയത്ത് വിക്രം ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുക. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല വിക്രം, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എന്താ? ഒരു നീല ഫയലായിരുന്നു ചോദിക്കും. അതെ നീല ഫയലായിരുന്നു, അതെവിടെയാന്ന് ചോദിക്കുക. അതെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ വേതാളം എടുക്കുന്നുണ്ടായിരുന്നു പറയണ. വേതാളോ? അതെ, അവളുടെ കയ്യിൽ ആ ഫയൽ ഇരിക്കുന്നുണ്ടു. എന്നിട്ട് എന്താ എന്നോട് നന്ദിനേച്ചി അത് പറയായിരുന്നേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞോണ്ടിരിക്കണം. പറയാത്ത എന്താ, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമാക്കണ്ടെന്ന് കരുതിയിട്ടാ അത് പറയായിരുന്നേന്ന് പറയണം. ഇത് കേട്ടതും വിക്രത്തിന് ദേഷ്യം വന്നു. പറയാൻ കണ്ട സമയം, നേരത്തെ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ പറയണമായിരുന്നു പറയണം. പിന്നീട് വിക്രം ഓർത്തു, അവളെ ഒന്ന് വിളിച്ചു നോക്കാം. അവളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ എന്താ പറയണമെന്ന് അറിയത്തില്ല. വിളിച്ചു ചോദിക്കാൻ ഓർത്തുകൊണ്ട് വേദയുടെ നമ്പറിലേക്ക് വിളിക്കണം. വിളിച്ചിട്ട് ചോദിച്ചു, അതെ ആ ഡോക്യുമെന്റ്സ് എവിടെയാന്ന് ചോദിക്കണം. ഈ സമയം വേദ ദർശന്റെ അടുത്ത് ഇരിക്കുമായിരുന്നു. ഏത് ഡോക്യുമെന്റ്സ്? നിങ്ങൾ ആരാ സാർ, നിങ്ങൾ ആരാ, എന്തായി ചോദിക്കണം എന്ന് ചോദിക്കാം. നിനക്കെന്നെ മനസ്സിലായില്ലല്ലേന്ന് ചോദിക്കണം. ഞാൻ ഈ സൗണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് പറയാം. ദേ കൂടുതൽ നീ കിടന്ന് അഭിനയിക്കണ്ട, ഇങ്ങനെ അഭിനയിച്ചാൽ നിനക്ക് ഓസ്കർ അവാർഡ് കിട്ടും, സത്യം പറയടിന്ന് പറയണം. ഈ സമയം ദർശനോട് വേദ പറഞ്ഞു, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വേദ ഫോണും കൊണ്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.